हरि ओम। ओ ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ഇന്ന് പുനരഭി ജനനം പുനരഭി മരണം എന്നൊരിടത്ത ശ്ലോകം ചെല്ലാം. ഭജഗോവിന്ദും ആ ശ്ലോകവും, കാരണം എട്ടാമത്തെ ശ്ലോകമല്ലേ. ചതുർദശ മഞ്ജരിക സ്തോത്രത്തിലെ പകുതി കഴിഞ്ഞ് എട്ടാമത്തെ ശ്ലോകം കഴിഞ്ഞ് നമുക്ക് കഴിയുന്നവരെ ചെല്ലാം. പുനരഭി ഇന്ന് പുനരഭി മാത്രം, നാളെ രണ്ടെണ്ണം, അങ്ങനെ ചെല്ലാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. ഇന്നലെ നമ്മളെടുത്ത ശ്ലോകം പുനരഭി ചൊല്ലിയത് പുനരഭി ജനനം പുനരഭി മരണം വളരെയധികം പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വിധം പ്രഭാഷണങ്ങളിൽ സത്സംഗങ്ങളിലൊക്കെ ഉദ്ധരിക്കുന്ന ശ്ലോകങ്ങളാണ്. പാണ്ഡിതന്മാരും പാമരന്മാരും സാധാരണക്കാരും ഗൃഹസ്ഥന്മാരും എല്ലാവരും ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് ഉച്ചരിക്കുന്ന ഒരു ശ്ലോകമാണ്. വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. അത് ഏതായാലും നമ്മൾ ഇന്നലെ ഒരുവിധം ഭംഗിയായിട്ട് കണ്ടു. ഈശ്വര അനുഗ്രഹം ചൊരിയുവാനുള്ള ഒരു എന്താ പറയുക, യഥാർത്ഥ ഭക്തൻ്റെ നിസ്സഹായതയിൽ നിന്ന് എന്താ പറയുക ഉടലെടുത്ത വികാരങ്ങളാണ് ഈ ശ്ലോകങ്ങൾ. ഇന്ന് നമ്മൾ ചെല്ലുന്ന ശ്ലോകങ്ങൾ അല്ല, കഴിഞ്ഞ ശ്ലോകം. അപ്പോൾ അത്രയും ഉത്തമ ഭക്തൻ്റെ നിസ്സഹായത, ഹെൽപ്ലെസ്നെസ് പ്രകടിപ്പിക്കുന്ന ഒരു ശ്ലോകമാണത്. കൃപയാ പാരേ പാഹി മുരാരേ എന്നൊക്കെ പറയുമ്പോൾ നീ അല്ലാണ്ട് ആരും രക്ഷയില്ല ഭഗവാനെ, അന്യഥാ ശരണം നാസ്തി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ഒരു ടോട്ടൽ സറണ്ടർ, പൂർണ്ണ ശരണാഗതി, അതൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ചിന്താവിഷയം അതാണ്. പക്ഷെ ഇന്നത്തെ ശ്ലോകത്തിൽ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ പെരുമാറ്റച്ചട്ടമാണ് നമ്മൾ കാണുന്നത്. ഒരു സന്യാസിവര്യൻ്റെ. സന്യാസിവര്യൻ എന്ന് പറഞ്ഞാൽ സാധാരണ സന്യാസിവര്യനല്ല, മോഡേൺ സ്വാമികളൊന്നും തീരെയല്ല, അങ്ങനൊരു ചിത്രീകരണമല്ല അത്. ഒരു എന്താ പറയുക, റൂഡെന്നും ക്രൂഡെന്നൊന്നും പറയാൻ വയ്യ, അതൊന്നും ഒക്കെ തെറ്റായിട്ടുള്ള വാക്കുകളാണ്. ലെറ്റ് us say എ റോ സന്യാസിൻ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ.
റോ റോ സന്യാസി അങ്ങനെയാണ് ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ചിത്രീകരണമാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത്. നോട്ട് ഈവൻ രാമകൃഷ്ണ പരമഹംസ, നോട്ട് ഈവൻ ശങ്കര, ബിയോണ്ട്. അതിനേക്കാളൊക്കെ റോ സന്യാസിമാരുണ്ട്. ഘോരികൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ടൈപ്പ് ഓഫ് ആൾക്കാർ. അവരെക്കുറിച്ചാണ് ഈ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇത്തരം മഹാത്മാക്കൾ വളരെ ദുർലഭമാണ്, വളരെ വളരെ ദുർലഭമാണ്. പക്ഷേ അസാധ്യമല്ല. ഇനി ഇല്ലാത്ത വസ്തു അല്ല അതൊന്നും, വെറും ചിത്രീകരണമല്ല, ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇന്നും ഉണ്ട്. അവരുടെ ജീവിത രീതിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ബുദ്ധിപരമായിട്ടുള്ള തലത്തിലും ഒക്കെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, അവരുടെ ജീവിത രീതി എന്താണ് എന്നൊരു ഒരു അവലോകനം ഈ ശിഷ്യൻ കൊടുക്കുന്നു. തികച്ചും വ്യത്യാസമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. സുരമന്ദിരധര മൂലനിവാസം എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ തരത്തിലുള്ളൊരു സന്യാസിയല്ല, അതിനേക്കാൾ റോ സന്യാസാണ് അവിടെ. ഇവിടെ സന്യാസി ദ റോവസ്റ്റ് റോ സന്യാസിയാണ് അവിടെ, നമുക്ക് കാണാം. അപ്പോൾ ആ ശ്ലോകത്തിലേക്ക് നമുക്കൊന്ന് അവലംബിക്കാം. സാമാന്യ അർത്ഥം ഒന്ന് നോക്കാം നമുക്ക്. രഥ്യാചർപ്പട വിരചിത കന്ധ. രഥ്യാചർപ്പട വിരചിത കന്ധ. രഥ്യ മീൻസ് വഴിയിൽ നിന്ന്. രഥ്യ ഓൺ ദ വേ, വഴിയിൽ നിന്ന് പറക്കിയെടുത്ത തുണിക്കഷ്ണങ്ങൾ. ചർപ്പട വേസ്റ്റ് തുണിക്കഷ്ണങ്ങൾ. റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കാണില്ലേ, കീറിയ ഷർട്ടായിരിക്കാം, കീറിയ മുണ്ടായിരിക്കാം, തുണിക്കഷ്ണങ്ങളായിരിക്കാം, കട്ട് പീസസ് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ റോഡ് സൈഡിലൊക്കെ കിടക്കണ കാണില്ലേ, അതിങ്ങനെ റാക്ക് പിക്കേഴ്സ് വന്നിട്ട് പിക്ക് ചെയ്ത് പോവില്ലേ, അതാണ് രഥ്യ ചർപ്പട വിരചിത കന്ധ. ആ ചർപ്പടം കൊണ്ട്, ആ തുണി കൊണ്ട്, അങ്ങനെയുള്ള വേസ്റ്റ് ക്ലോത്തുകളെ കൊണ്ട് വിരചിത ഉണ്ടാക്കിയിട്ടുള്ള കന്ധ. കന്ധ മീൻസ് ഷോൾ, മേത്തിടാനൊരു ഷോള് അല്ലെങ്കിൽ ഒരു വസ്ത്രം. ഇതാണ് അവരുടെ വസ്ത്ര രീതി. രഥ്യാചർപ്പട വിരചിത കന്ധ. വഴിയിൽ നിന്ന് പറക്കിയെടുത്ത തുണിക്കഷ്ണങ്ങൾ തുന്നിച്ചേർത്തുണ്ടാക്കിയ വിരചിത, തുന്നിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ള വസ്ത്രം ഉടുത്ത്. കന്ധ എന്ന് വെച്ചാൽ വസ്ത്രം, അംഗവസ്ത്രം എന്നൊക്കെ പറയില്ലേ, കന്ധ. ഖണ്ഡുവ എന്നൊക്കെ പറയും, കന്ധ. ഓക്കെ, അപ്പം അത് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ. പിന്നെയോ പുണ്യ വിവർജിത പന്ഥ. പുണ്യപാപങ്ങൾ തീണ്ടാത്ത വഴിയിലൂടെ ചരിക്കുന്ന വ്യക്തികൾ. അവരുടെ പ്രവൃത്തികളിൽ ഒന്നും തന്നെ പുണ്യപാപങ്ങളില്ല. നോ ഡിറ്റാച്ച്മെൻറ്റ്സ്, നോ അറ്റാച്ച്മെൻറ്റ്സ്, ഒന്നുമില്ല. അപ്പോൾ പുണ്യപാപങ്ങൾ തീണ്ടാത്ത ഒരവസ്ഥ. യോഗനിയോജിത ചിത്ത. യോഗനിയോജിത ചിത്ത. യോഗധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന, വെച്ചാൽ സദാസമയത്ത് യോഗത്തിലിരിക്കുന്ന യോഗി. യോഗധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്തത്തോടു കൂടിയിട്ടുള്ള യോഗി. A man whose mind is steady in his contemplation and union with God. കമ്മ്യൂണിയൻ എന്നൊക്കെ പറയില്ല, അതാണ് ഈ കമ്മ്യൂണിയൻ. കമ്മ്യൂണിയൻ ഈസ് നത്തിങ് ബട്ട് യൂണിയൻ വിത്ത് ഗോഡ്. അങ്ങനെയുള്ള യോഗി. യോഗി മീൻസ് വൺ ഹു ഹാസ് ജോയിൻഡ്, who has merged with him. The river has no existence once it merges with the sea. So the river is a yogi of the sea. It merges with the sea. അപ്പോൾ യോഗി, അങ്ങനത്തെ യോഗി യോഗ നിയോജിത ചിത്ത. യോഗ നിയോജിച്ച് ഇരിക്കുന്ന ചിത്തം, യോഗത്തിൽ പുരട്ടിയിട്ടുള്ള ചിത്തം, എന്താ പറയുക, യോഗത്തിൽ മുക്കിയിട്ടുള്ള ചിത്തം, യോഗത്തിൽ ഉൾക്കൊണ്ട ചിത്തം. It's always in a state of union with God. And therefore, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള യോഗികൾ രമതേ, they enjoy. അവർ രമിക്കുന്നു, നമുക്കറിയില്ല.
നമ്മുടെ വിചാരം അവർ അനുഭവിക്കാന്നാണ്, ദുഃഖം അനുഭവിക്കാന്ന്. അവർ രമിക്കുകയാണ്. ദേ ആർ എൻജോയിങ്. എങ്ങനെ? രമത്തെ ബാലോന്മത്തവത് ഏവ. ബാലോന്മത്തവത് ഏവ രമത്തെ. ബാലന്മാരെ പോലെയും ഉന്മത്തന്മാരെ പോലെയും. ബാല ഉന്മത്ത ഏവ രമത്തെ. അവർ ബാലനാണോന്നോ ഉന്മത്തനാണോ എന്നല്ല പറഞ്ഞേക്കണം കേട്ടോ. ആ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രമത്തെ ബാലോന്മത്ത എന്ന് പറഞ്ഞവിടെ നിർത്തിയിട്ടില്ല. രമത്തെ ബാലോ ഉന്മത്ത ഏവ, അതുപോലെ, ലൈക്ക് ദാറ്റ്. ബാലനെ പോലെയോ ഉന്മത്തനെ പോലെയോ ഏവ, ആത്മാനുഭൂതിയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥം. ഇതാണ് എൻ്റെ സാമാന്യ അർത്ഥം പറയുകയാണെങ്കിൽ പറയുന്നത്. മനസ്സിലായില്ലേ? ഹൗ റോ ദാറ്റ് സന്യാസി ഈസ്. നമുക്കൊന്ന് ചെറിയൊരു വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ തുണിക്കഷ്ണം പെറുക്കിയെടുത്ത് കുപ്പായം തുന്നി ഉണ്ടാക്കി ഇടുന്നവൻ എന്ന് വാച്യാർത്ഥം മാത്രം നോക്കിയാൽ പോരാ. അത് നോക്കാൻ വിരോധമൊന്നുമില്ല. അങ്ങനത്തെവരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. റോട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ പിന്നെ സമയമുള്ളപ്പോൾ വെച്ച് കൂട്ടി ഷർട്ട് പോലെ ആക്കിയിട്ട് അല്ലെങ്കിൽ ഷോൾ പോലെ ആക്കിയിട്ട് അവിടെയും ഇവിടെയും എല്ലായിടത്തും കീറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് തുന്നി കൂട്ടി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനത്തെ സന്യാസിമാരൊക്കെ അപ്പ് കൺട്രിയിലുണ്ട്. സൗത്ത് ഇന്ത്യയിൽ കുറച്ച് കുറവാണ് കാണാൻ. വേറെ അപ്പ് ഇൻ ദ ഹിമാലയാസ് അവിടെ അങ്ങനത്തെ ആൾക്കാരൊക്കെ കാണാം. ഉത്തർപ്രദേശ് ആ സൈഡിലൊക്കെ കാണാം. കാശി ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സീ മെനി ഓഫ് ദ. പക്ഷേ ഇവിടെ ശിഷ്യൻ, ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യൻ ഉദ്ദേശിച്ചത് ഒരു വാച്യാർത്ഥം മാത്രമല്ല. ശരിക്ക് അങ്ങനെ തുന്നിക്കൂട്ടി കുപ്പായം ഉണ്ടാക്കി ഒരു വേസ്റ്റ് തുണിയിൽ നിന്ന് തുന്നിക്കൂട്ടി കുപ്പായം ഇടുന്നവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യാർത്ഥമുണ്ട്. എന്തതുകൊണ്ട്? ഇറ്റ് ഈസ് ഓൺലി സിംബോളിക്. തുണിക്കഷ്ണം എടുത്തിട്ട് കുപ്പായം ഉണ്ടാക്കി ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മളാരും വില കൽപ്പിക്കാത്ത വസ്തുവാണ് അവന് ഉപയോഗമായിട്ട് ഉള്ളൂ, അവനാവശ്യമുള്ളൂ. നമ്മളെല്ലാം വലിച്ചെറിഞ്ഞ സാധനങ്ങളാണ് അവനാവശ്യം. അത്രയേ ഉള്ളൂ അവന്. അത് കൂടുതൽ അവനാവശ്യമില്ല. സാധാരണക്കാർക്ക് പോലും വേണ്ടാത്ത വേസ്റ്റായിട്ട് വലിച്ചെറിഞ്ഞത് ഈസ് ക്രിയേറ്റിംഗ് എ വെൽത്ത് ഔട്ട് ഓഫ് ദാറ്റ് വേസ്റ്റ്. വെൽത്ത് മീൻസ് വെൽത്ത് ഫോർ ഹിംസെൽഫ്. അയാൾക്ക് ആവശ്യമുള്ളത് മാത്രം. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ലക്ഷ്യാർത്ഥം. വാച്യാർത്ഥം ഈ പറഞ്ഞ പോലെ തുന്നി കൂട്ടി ഉണ്ടാക്കണ കുപ്പായ ഇടുക അല്ലെങ്കിൽ ഷോൾ ഇടുക. ലക്ഷ്യാർത്ഥം അതല്ല. സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാരന്, ആം ആദ്മി എമംഗ് ആം ആദ്മീസ്, അവർക്ക് പോലും വേണ്ടാത്ത, അവർ പോലും വേസ്റ്റായിട്ട് കളയുന്ന വസ്തുക്കളാണ് ഇവർക്ക് ഉപയോഗിക്കേണ്ടോ, ഇവർക്ക് അത്രയേ വേണ്ടോ. ദെയർ വോൺസ് ആർ ലിമിറ്റഡ് എന്നർത്ഥം. വെരി 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 ലിമിറ്റഡ് വോൺസ്. അവിടെ തുണിക്കഷ്ണം മാത്രമല്ല അവിടെ ഉദ്ദേശിച്ചത്. ഒരു ബാഹ്യ ഭൗതിക വസ്തുക്കളെ ഒന്നിനോട് ഒരു ഒട്ടലില്ല. ഇന്നത് വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അവർക്ക് നമ്മൾ തള്ളിക്കളഞ്ഞ സാധനങ്ങൾ, പറഞ്ഞില്ലേ, ഓ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, ടേക്ക് ദ ലീസ്റ്റ് ഫ്രം ദ സൊസൈറ്റി. ആർക്കും ഒരു ഉപദ്രവമില്ല. ഒരാൾക്കും ഒരു ഉപദ്രവമില്ല. ഒരാരുടെയും തട്ടിപ്പറിക്കുന്നില്ല. നിങ്ങൾ കളഞ്ഞ് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞ സാധനമാണ് അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആർക്കാ കംപ്ലൈൻറ്റ് ഉണ്ടാവുക? എൻ്റെ മുതൽ തട്ടിപ്പറിച്ചു, എൻ്റെ കണ്ടം തട്ടിപ്പറിച്ചു, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തു, നോ കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ മഹാത്മാക്കൾക്ക് രണ്ട് കാര്യമേ അവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. രണ്ട് കാര്യം. ഒന്ന് അവർക്ക് വേണ്ടിയിട്ട്, ഒന്ന് സമാജത്തിന് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം അവർ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ. ചുമതലകളും ബാധ്യസ്ഥകളും ഒന്നും ഇല്ലെങ്കിൽ പോലും സൊസൈറ്റിയിലല്ലേ ജീവിക്കുന്നത്. സൊസൈറ്റിയിൽ, സമാജത്തിലുള്ള, ലോകത്തിലുള്ള വെള്ളവും വായുവും ഒക്കെ ശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കടപ്പാടില്ലേ.
അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, സഹജീവികൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം, അവനവന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം. അവനവനും ഒരു ധർമ്മം നിലനിർത്തണം. ധാർമ്മികന്മാർക്ക്, ധർമ്മത്തിൻ്റെ വഴി പോകുന്നവർക്ക് അവസാനം വരെ ധർമ്മം നിലനിർത്തണം. ആ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനും ധാർമ്മികമായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കാനും ഒക്കെ കൂടി ആകപ്പാടുള്ള അവർക്ക് എന്ത് ഉപകരണമുള്ളത്? അവർക്ക് ശരീരം മാത്രമേ അവരുടെ ഉപകരണമായിട്ടുള്ളൂ. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അതവർ രക്ഷിക്കണം. അത് രക്ഷിക്കേണ്ട, അതെങ്ങനെയെങ്കിലും പൊക്കോട്ടെ. ഹൂ ആം മൈ വേർഡ് ഈസ് നോട്ട് മീ എന്നൊക്കെ പറഞ്ഞ് വിടണത് ശരിയല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലാളിക്കും വേണ്ട. ബട്ട് ഐ ഹാവ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. പ്രൊട്ടക്റ്റ് ഇറ്റ് മീൻസ് വിത്ത് എ ബെയർ മിനിമം നെസസിറ്റി. ആർഭാടമായിട്ടോ ഒരു ഡെക്കറേഷനായിട്ടോ ഒന്നും വേണ്ട. ഹൗ ടു സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ഡിക്കേയിങ്, അത്ര നോക്കിയാൽ മതി. നശിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിനെ നിലനിർത്തണം. അതിനെന്താ വേണ്ടത്? അതിന് ദിവസേന വാടക കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ, അല്ലെങ്കിൽ കുറേശ്ശെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം ദിവസേന. രോഗം നിത്യരോഗമാണ്, മാറാരോഗമാണ് ക്ഷുത്ത്, അല്ലേ? മുമ്പ് കണ്ടതാണ്. ക്ഷുത്വ്യാധിത്സു ചികിത്സിതം പ്രതിദിനം ഭിക്ഷൌഷധം ഭേഷജം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ധർമ്മസാധനം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ധർമ്മം ചെയ്യേണ്ടത് ഒരു കടമയുള്ളത് കൊണ്ട്, ആ ധർമ്മം നിലനിർത്താനായിക്കൊണ്ട് ഈ ശരീരത്തിനെ നിലനിർത്താൻ, അത് ഡിക്കേ ആവാണ്ടിരിക്കാൻ മിനിമം ബെയർ മിനിമം എന്താ കിട്ടുന്നത് വെച്ചാൽ കരതല ഭിക്ഷ. അതിനു വേണ്ടി ആകപ്പാടെ സ്വന്തം എന്ന് പറയാനായിട്ട് ഒരു കമണ്ടലും ഉണ്ട്. അത്രയേ ഉള്ളൂ. ഒരു ചിരട്ട. ദാറ്റ്സ് ഓൾ. അതെന്താ ചെന്ന് ചോദിക്കണ, ഭിക്ഷയ്ക്ക് ചോദിക്കണ വെച്ചാൽ ആ വീട്ടിൽ നിന്ന് ആ അമ്മ എന്താ കൊടുക്കണ അത് കഴിക്കും. ചിലപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല സദ്യ കഴിക്കും കിട്ടുക. നല്ല 4 കറി വെച്ച കൂട്ടാൻ അവിടെ ആരെങ്കിലും പറഞ്ഞോളാവും. നന്നായി സന്യാസി വന്നത്, കൊടുക്കുക ഭക്ഷണം എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് സുഖമായിട്ട് കുറേ കൊടുക്കും. അദ്ദേഹം ഒന്നും തിന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി വേറെ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞാൽ, രാത്രി സാധാരണ ഭിക്ഷയ്ക്ക് വരാറില്ല ആരും. കാരണം അവർക്ക് രാത്രി ഭക്ഷണം ഇല്ല, ഒരു നേരമേ ഉള്ളൂ. പിറ്റേ ദിവസം വല്ലയിടത്തേക്കും പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ വെറും പരിപ്പ് സാമ്പാറും പരിപ്പ് ചാറും രസവും ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ വീടാവും. അത് കൊടുക്കും. കുറച്ച് രസം, കുറച്ച് കുടിച്ചോളോ രസം, വെള്ളമോ ഇവിടെ കേട്ടോ, മതി. 2 പേര് ചോറും ഇടുക, കലക്കി കുടിക്കും. എന്നാൽ ഈ രസം കൊടുത്തവനൊരു വിദ്വേഷമോ, 4 വട്ടം കറി വെച്ച് കൊടുത്ത അമ്മോടൊരു പ്രത്യേക സ്നേഹമോ ഒന്നുമില്ല. അപ്പോൾ ശരീരം നിലനിർത്താനായിക്കൊണ്ട് മാത്രം ഭിക്ഷ കഴിക്കുന്നവർ, അത് അവർക്ക് വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ ആവശ്യം ലോകത്തിൽ. മറ്റേതോ സമാജത്തിന്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. എന്താ? നഗ്നത മറയ്ക്കുക എന്നുള്ളത്. ഭഗവാൻ വന്ന് നമ്മളെ അയച്ചു വിട്ടിട്ടുള്ള അതേ രൂപത്തിൽ നമ്മളൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നടക്കുമ്പോൾ കാണുന്നവർക്ക് ഒരു വിഷമം തോന്നും. അതുകൊണ്ട് ഞാൻ നഗ്നത മറയ്ക്കുക. അല്ലാണ്ട് എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ കണ്ടുകൊണ്ട്. നിങ്ങൾക്കതൊരു കണ്ണിന് ഒരു സുഖമായിട്ട് തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ണ് മൂടും. നിങ്ങൾ കണ്ണ് മൂടിയാൽ നിങ്ങൾ കാല് തെറ്റി വീഴും. അത് വേണ്ട. അപ്പം ആ ഭാഗങ്ങളൊന്ന് മറയ്ക്കുക, അത്രേ വേണ്ടൂ. നഗ്നത മറയ്ക്കുക മാത്രം. അപ്പോൾ ഈ ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നഗ്നത മറയ്ക്കാനുള്ള തുണിക്കഷ്ണത്തിന് വേണ്ടിയിട്ടും മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അതിനിപ്പോൾ ഈ റോട്ടിൽ നിന്നുള്ളത് കിട്ടിയാലും മതി. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ താത്വികം മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് വേറെ ഒന്നും ഈ ലോകത്തു നിന്ന് ആവശ്യമില്ല. ആരെ വെട്ടിപ്പിടിക്കാനും പോകുന്നില്ല. അപ്പോൾ ഭാരതത്തിലെ മഹർഷിമാരുടെ വേഷവിധാനവും പെരുമാറ്റച്ചട്ടവും ഇതാണ്. അവരുടെ വേഷവിധാനം എന്താണ്? അവർക്ക് കുറച്ച് നേരം ഭിക്ഷ കിട്ടണം. കുറച്ച് ഈ പറഞ്ഞ പോലെ അവധൂതന്മാരെ പറഞ്ഞാൽ അവർക്ക് നഗ്നത മറയ്ക്കലുമില്ല. അത് നിങ്ങൾ കണ്ടാൽ എന്താ, കണ്ടില്ലെങ്കിൽ എന്താ, എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് അവർ നടക്കും.
അപ്പോൾ സമൂഹത്തിന് അല്ലെങ്കിൽ സമാജത്തിന് എല്ലാം കൊടുത്തിട്ട് അതിൽ നിന്ന് വളരെ വളരെ കുറച്ച് ആർക്കും വേണ്ടാത്ത എടുക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ് അവരുടേത്. കാടുകളിൽ വാസം, കായ്ക്കനികൾ മാത്രം ഭക്ഷിക്കുക, ഏതെങ്കിലും മരച്ചോട്ടിൽ വിശ്രമം, ശരീരത്തിന് വിശ്രമം ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു മരച്ചോട്ടിൽ കിടക്കും, ഒരു ഭിക്ഷാപാത്രം മാത്രം സ്വന്തമായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് രഥ്യാചർപ്പട വിരചിത കന്ധ. അവരുടെ ശാരീരിക പ്രവൃത്തി ഇതാണ്. ശരീരത്തെ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ ശാരീരികമായിട്ടുള്ള പ്രക്രിയ അവർക്ക് ഇതാണ്. രഥ്യാചർപ്പട വിരചിത ഗന്ധ. ഇതവരുടെ ശാരീരിക തലത്തിൽ. ഇനി മാനസിക തലത്തിലോ അവരെങ്ങനെയാണ്? അവരുടെ കോഡ് ഓഫ് കോണ്ടക്റ്റ്. ഇതിപ്പോൾ ഫിസിക്കൽ ബോഡി ലെവലിലെ കോഡ് ഓഫ് കോണ്ടക്റ്റാണ്. അല്ലാണ്ട് മാച്ച് ചെയ്ത ഷർട്ട്, മാച്ച് ചെയ്ത പാൻറ്റ്, അങ്ങനെ ഇങ്ങനെ ഈ നിർബന്ധങ്ങളൊന്നുമില്ല എന്നർത്ഥം. ഇത് ഞാൻ പറഞ്ഞ പോലെ പ്രാചീന റോ സന്യാസിമാരാണ് കേട്ടോ. ഇപ്പോഴത്തെ മോഡേൺ സ്വാമികളൊന്നുമല്ലേ. മോഡേൺ സ്വാമികളെ പറഞ്ഞാൽ അവരുടെ ജോലി വേറെയാണ്, അതുകൊണ്ട് അവരെ വേഷവിധാനം ഇടുന്നു എന്ന് മാത്രം. ഇത് യോഗരഥോവ ഭോഗരഥോവ എന്ന് പറഞ്ഞിട്ടുള്ള യോഗരഥക്കാരാണ് അവർ, സംഘവിഹീനക്കാരാണ് അവർ. ഇന്നത്തെ സമാജത്തിൻ്റെ ആവശ്യം മോഡേൺ സ്വാമിമാരും ഉണ്ട്. ഭോഗരഥോവ, കാരണം അവർക്ക് ഭോഗം വേണം. ഈ സമാജത്തിൽ ജീവിച്ച് സമാജത്തിൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നാച്ചുറലി ഭോഗം കാണണം. സംഘവിഹീനം പറ്റില്ല, സംഘരഥ തന്നെ വേണം. ആൾക്കാരായിട്ട് പെരുമാറണം, ആൾക്കാരായിട്ട് ഇടപഴകണം. അപ്പോൾ അതുപോലുള്ള വേഷവിധാനങ്ങൾ വേണം. ഒരു ഡ്രസ് കോഡില്ലേ? രാമകൃഷ്ണ പരമഹംസർ പോലും ദഗ്ധനായിട്ടല്ലോ നടന്നിരുന്നത്. വിവേകാനന്ദ സ്വാമി ഡീസൻറ്റ് ഡ്രസ്, ബഗർലി ഡ്രസ്സൊന്നും അല്ലല്ലോ അദ്ദേഹം ഇട്ടിരുന്നത്. നാരായണ ഗുരുസ്വാമി, യെസ്, രമണ മഹർഷി വാസ് ആൻ എക്സെപ്ഷൻ. അദ്ദേഹം ഈ കൗബീനം തന്നെ, കൗബീനവന്ത ഖലു, അതന്നെ. അപ്പം അങ്ങനെ അവിടെ ഇവിടെ ആൾക്കാർ നിറയുണ്ട്. നമ്മൾ വിചാരിക്കാൻ ആരുമില്ല എന്ന്, ഇത് പറ്റൂല എന്നൊക്കെ വിചാരിക്കുക, വെറുതെ വിചാരിക്കുക എന്ന് വിചാരിച്ച് നാളെ എല്ലാവരോടും അങ്ങനെ നടക്കണം എന്നല്ല ഈ ശിഷ്യൻ ഉദ്ദേശിച്ചത്. ഒരു ചിത്രം നമ്മളെ വരച്ച് കാണിക്കുന്നു. ഇതൊക്കെ പോസിബിലിറ്റീസ്, ഓരോ ചിത്രങ്ങളല്ലേ, ഇമാജിനേഷൻസ് അല്ലേ. ഈസ് ഫ്രീ ടു ഡ്രോ ഈസ് ഇമാജിനേഷൻ. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? പുണ്യ വിവർജിത പന്ഥ. പുണ്യങ്ങൾ അകറ്റി നിർത്തിയിട്ടുള്ള കച്ചവടം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഒരു ബ്രഹ്മനിഷ്ഠൻ, ആലോചിച്ചു. ബ്രഹ്മനിഷ്ഠൻ മീൻസ് ബ്രഹ്മനിഷ്ഠൻ, മാൻ ഹു ഹാസ് റിയലൈസ്ഡ്, നോട്ട് ഈവൻ നോളജ് അക്വയർഡ്, റിയലൈസ്ഡ്. ആ അദ്ദേഹത്തിൻ്റെ ആനന്ദ നിർവൃതിയിൽ നിന്ന് കിട്ടുന്ന മനഃശാന്തി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശുഭാശുഭങ്ങൾക്കും സുഖദുഃഖങ്ങൾക്കും പുണ്യപാപങ്ങൾക്കൊക്കെ എവിടെയാ പ്രസക്തി? ബിയോണ്ട് ദ ദ്വന്ദ്വാതീതം, ഗഗനസദൃശം, തത്വമസ്യാദിലക്ഷ്യം. ദ്വന്ദ്വാതീതം ഈസ് ബിയോണ്ട് ദി ദ്വന്ദ്വാസ്, ദ പെയർ ഓഫ് ഓപ്പോസിറ്റ്സ്. പുണ്യാപുണ്യ വിവർജിതം, പുണ്യവും അപുണ്യം ഒന്നുമില്ല, പുണ്യവും പാപം ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കർമ്മം ഒന്നും തന്നെ അദ്ദേഹത്തിന് പുണ്യം കൊടുക്കുന്നില്ല, പാപം കൊടുക്കുന്നില്ല. ഹി ജസ്റ്റ് ആക്ട്സ്. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അഹങ്കാരമകാരം ആത്മകമായതുകൊണ്ട് ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടി നടത്തുമ്പോൾ ദ്വന്ദ്ങ്ങൾ എങ്ങനെ ഉണ്ടാകും? പെയർസ് ഓഫ് ഓപ്പോസിറ്റ്സ്, പുണ്യപാപങ്ങൾ എവിടെ ഉണ്ടാവും? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കർമ്മങ്ങളും അദ്ദേഹം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, ഭിക്ഷ എടുക്കുകയാണെങ്കിൽ ഭിക്ഷ എടുക്കുക, ഈ എന്താ പറയുക, രഥ്യാചർപ്പട വിരചിത കണ്ട അത് തുന്നി കൂട്ടുകയാണെങ്കിൽ അത്, വെള്ളം കുടിക്കുകയാണെങ്കിൽ അത്, സംസാരിക്കുകയാണെങ്കിൽ അത്, ആൾക്കാരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത്, വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത്, ചിന്തിക്കുകയാണെങ്കിൽ അത്, ആലോചിക്കുകയാണെങ്കിൽ അത്, എന്ത് ചെയ്താലും ആ ചെയ്യുന്നതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളും അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയ വിഷയങ്ങളും
തമ്മിലുള്ളൊരു നേരം പോക്ക് കളി. ദാറ്റ്സ് ഓൾ. ആ എൻ്റെ കണ്ണ് ഇതാ കുളത്തിലേക്ക് നോക്കിയിട്ടേ ചിരിക്കുക, കണ്ണ് ഇനി ആ കിണറ്റിലേക്ക് നോക്കിയിട്ടേ ചിരിക്കുക. ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക്. ഇറ്റ്സ് എ പ്ലേ ബിറ്റ്വീൻ ദം. ഞാനാരായാലും ഇടപെടാൻ, എനിക്കതിൽ യാതൊരു പങ്കുമില്ല. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും നോ രാഗം, ദെർഫോർ നോ രാഗം, നോ ദ്വേഷം, നോ പെയർസ് ഓഫ് ഓപ്പോസിറ്റ്സ്. ബന്ധനവുമില്ല, ബന്ധവുമില്ല. ഒരു കർമ്മവും അദ്ദേഹത്തിൻ്റെ ചിത്തത്തിനെ മതിക്കുന്നില്ല. നമുക്കതാണ്, നമ്മളുടെ എല്ലാ കർമ്മവും നമ്മളുടെ മനസ്സിനെ മതിക്കുന്നു. ഒന്നുകിൽ ഭ്രാന്തനാക്കും, അല്ലെങ്കിൽ ശാന്തനാക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും. ഒരു ഗ്ലാസ് വെള്ളം അധികം കുടിച്ചാൽ വെള്ളമായി. ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് കുടിച്ചാൽ വെള്ളമായി. ചെയ്താലും തെറ്റ്, ചെയ്തില്ലെങ്കിലും തെറ്റ്. അവർക്ക് ചിന്തകളൊന്നുമില്ല, ഒരു ബന്ധനമില്ല, നോ ദ്വന്ദ്വാസ്, നോ പെയർസ് ഓഫ് ഓപ്പോസിറ്റ്സ്. എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലേ. അദ്ദേഹത്തിനെ നമുക്ക് തോന്നും എന്തായാലും ഇങ്ങനെയാണ്. പക്ഷെ അങ്ങോട്ട് സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചിലവർ കാണാൻ ഒരു കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണത്. എന്താ ഇയാൾക്ക് ഈ പൊട്ടക്കിണറ്റിൽ നോക്കി നിൽക്കണം? അയാളുടെ ഇന്ദ്രിയം ആ പൊട്ടക്കിണറാകുന്ന ഇന്ദ്രിയ വിഷയങ്ങളിൽ കണ്ട് ഭ്രമിച്ച് നോക്കി ആ പൊട്ടക്കിണർ ഇയാളുടെ കണ്ണും കൂടിയിട്ട് ഇങ്ങനെ ഒരു ലപ്പിലാവുക. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദേ ആർ ഇൻ ലവ്. ആയിക്കോട്ടെ, ലെറ്റ് ദം ബി. He is enjoying. Indriyas are enjoying the Indriya Vishayas. But I am not enjoying. I am only enjoying their play. അവർ കളിച്ചോട്ടെ, എനിക്കെന്താ. മതി പോവാ എന്ന് പറഞ്ഞാൽ പോവാ, റൈറ്റ്. പിന്നെ കാതാവും, ഏതെങ്കിലും ശബ്ദം കേട്ടാൽ അവിടെ നിൽക്കുക. പിന്നെ മൂക്കാവും, ആയിക്കോട്ടെ. എന്ത് വേണമെങ്കിൽ ചെയ്താലും, എന്ത് ചെയ്താലും തന്നെ ടു മീ ഇറ്റ് ഈസ് ഓൺലി പ്ലേ ഓഫ് ഇന്ദ്രിയാസ് ഓൺ ദി ഇന്ദ്രിയ വിഷയങ്ങൾ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മാന്യോദ തത്വവിൻ. എന്ത് ചെയ്താലും കരോമീതി യുക്തോ മാന്യേത തത്വവിത്ത്. നൈവ കിഞ്ചിത്, എന്ത് ചെയ്താലും ശരി. ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഭാവം അദ്ദേഹത്തിനുള്ളൂ. നൈവ കിഞ്ചിത് കരോമീതി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇതിനെ ആരാ ചെയ്യണത്? ആരാ പൊട്ടക്കിണറ്റിലേക്ക് നോക്കിയത്? എൻ്റെ കണ്ണ്. ആരാ വറുത്തിട്ടത് സ്വാദ് നോക്കിയത്? എൻ്റെ നാക്ക്. ആരാ ഈ ശബ്ദം കേട്ടെ? എൻ്റെ ചെവി. ആരാ പോയിട്ട് സ്പർശിച്ച്? എൻ്റെ ത്വക്ക്. അപ്പോൾ താൻ എന്താ ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ല. നൈവ കിഞ്ചിത് കരോമീതി, സ്വല്പം പോലും ഞാൻ ചെയ്തിട്ടില്ല. ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ്. ഭഗവത്ഗീത ഈസ് എന്താ പറയുക, റോറിങ്. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മാന്യേത തത്വവിത്ത്. തത്വവിത്ത് അതേ വിചാരിക്കുന്നത്. യോഗികൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ്. ഐ ആം നോട്ട് ദ ഡൂവർ, ഐ ആം നോട്ട് ദി എൻജോയർ. എനിക്ക് കർത്തൃത്വഭാവമില്ല, ഭോക്തൃത്വഭാവമില്ല, ഒന്നിനുമില്ല. എക്സാമ്പിൾസ്: പശ്യൻ, ശൃണ്വൻ, സ്പൃശൻ, ജിഗ്നൻ, അശ്നൻ, ഗച്ഛൻ, സ്വപൻ, ശ്വസൻ. കാണുന്നവൻ, പശ്യൻ, ശൃണ്വൻ കേൾക്കുന്നവൻ, സ്പൃശൻ തൊടുന്നവൻ, ജിഗ്നൻ മണക്കുന്നവൻ, ഗച്ഛൻ നടക്കുന്നവൻ, സ്വപൻ ഉറങ്ങുന്നവൻ, ശ്വസൻ ശ്വാസം വിടുന്നവൻ. ആർ യു ബ്രീതിങ്? ഐ എം നോട്ട് ബ്രീതിങ്. മൈ ഇന്ദ്രിയാസ് ആർ ബ്രീതിങ്. മൈ വൈറ്റൽ എയർ ഈസ് ബ്രീതിങ്. ഐ ഡോണ്ട് നീഡ് എനി ബ്രീത്ത്. എനിക്കൊരു ബ്രത്തും ആവശ്യമില്ല. ഐ ആം ബ്രത്ത്ലെസ്. ഐ ആം ഓൾ ലെസ്. ഐ ആം ഓൾ ഫുൾ. ഐ ആം ഓൾ ലെസ്. പശ്യൻ, ശൃണ്വൻ, സ്പൃശൻ, ജിഗ്നൻ, അശ്നൻ, ഗച്ഛൻ, സ്വപൻ, ശ്വസൻ, പ്രബലൻ, വിസൃജൻ, ഗൃഹ്ണൻ, ഉന്മിഷൻ, നിമിഷൻ, നബി. പ്രളവൻ, വിസൃജൻ, എന്തെല്ലാം ക്രിയകളും കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും പറഞ്ഞയക്കുക ഒരാളെ, ഒരു സാധനം വലുത് എടുക്കുക, ലിഫ്റ്റിംഗ് സംതിങ്.
ഗൃണ്ണൻ, ഉന്മിഷൻ, നിമിഷൻ നബി. കണ്ണ് വെട്ടുക, കണ്ണ് തുറക്കുക, കണ്ണ് അടയ്ക്കുക, കണ്ണ് തുറക്കുക, കണ്ണടയ്ക്കുക. ഈവൻ ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ്. നോ, ഐ ആം നോട്ട് ലിഫ്റ്റിംഗ് മൈ ഐബ്രോ. It is lifting by its own mechanism. I have nothing to do. I simply enjoy. നൈവ കിഞ്ചിത് കരോമി ഇതി യുക്തോ മന്യേത തത്വവിത്ത് പശ്യൻ ശൃണ്വൻ ശ്വസൻ ജിഘ്നൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രളവൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാൻ ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇതി ധാരയൻ. ഇതി ധാരയൻ. ദിസ് ഈസ് വാട്ട് എ മാൻ ഓഫ് self-perfection understands. The indriyan indriyartheshu vartante. Indriyas are playing with indriya vishayas. Bas. I have nothing to do. തമ്പുരാൻ്റെ ഒരു തകർപ്പൻ എന്ന് പറയണ്ട, തമ്പുരാൻ്റെ തർജ്ജമ എന്ന് പറഞ്ഞാൽ മതി. ഒന്നും ചെയ്യുന്നതില്ലെന്ന് തത്വജ്ഞൻ യോഗി ഓർക്കുമേ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന തത്വജ്ഞൻ യോഗി ഓർക്കുമേ. യോഗി എപ്പോഴും അതാ ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഞാനൊന്നും ചെയ്യുന്നില്ല. കണ്ടും കേട്ടും തൊട്ടു നാറ്റിക്കും പോയി തങ്ങുറങ്ങിയും. തൊടുക, നാറ്റിച്ച് നോക്കുക, നടക്കുക, പോവുക, ഉറങ്ങുക. ചൊല്ലിവിട്ടുമെടുത്തും താൻ കണ്ണു ചിമ്മി മിഴിക്കലും. പറഞ്ഞു വിടുക, തന്നെ താൻ പോവുക, എടുക്കുക, കണ്ണു ചിമ്പുക, കണ്ണു ചിമ്മുമിഴിക്കലും. വിഷയങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ നിൽപ്പിലെന്നു ധരിച്ചു തൻ. വിഷയങ്ങളുടെ പിന്നാലെ ഇന്ദ്രിയങ്ങൾ പോണു. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കതിൽ യാതൊരു പങ്കുമില്ല മാഷെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഐ ഹാവ് നത്തിങ് ടു ഡു. ദാറ്റ് ഈസ് മൈ മെൻ്റൽ കണ്ടീഷൻ. അങ്ങനെ വരുമ്പോൾ എനിക്ക് എവിടെ പുണ്യം ഉണ്ടാവും, എവിടെ പാപം ഉണ്ടാവും? സെൽഫ് റിയലൈസ്ഡ് ഈഗോ, സെൽഫ് റിയലൈസ്ഡ് ഈഗോ, നോ മോർ. എവിടെ നോക്കിയാലും അദ്ദേഹത്തിന് യാതൊരു ഭേദഭാവവുമില്ല. എല്ലാം ഈശ്വരമയം. കർത്തവ്യമില്ലാത്തവന് അവകാശമില്ല ലോകത്തിൽ. എനിക്ക് ലോകത്തിനോട് യാതൊരു അവകാശമില്ല, അതുകൊണ്ട് എനിക്കതിൽ കർത്തവ്യമില്ല. നമേ പാർത്ഥസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. ആ തരത്തിലാണ് അനുഭൂതി. ഒരു കർമ്മത്തിൽ അദ്ദേഹം എടുക്കുന്നില്ല പങ്ക്. സർവം ഈശ്വരമയം, സർവം ബ്രഹ്മമയം എന്ന് സദാശിവ ബ്രഹ്മേന്ദ്രൻ പാടിയ പോലെ എല്ലാം ബ്രഹ്മമയം. കിം കർത്തവ്യം കിമകർത്തവ്യം, കിം ഭോജവ്യം, സർവം ബ്രഹ്മമയം. എല്ലാം ബ്രഹ്മമയം. ഇതിൽ വേറെ ഒന്നുമില്ല. നമുക്കിത് പ്രാന്ത് പറയാൻ തോന്നും. പക്ഷെ അവൻ്റെ സ്റ്റേറ്റിൽ, അവൻ എന്ന് പറയാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൽ, ഇംഗ്ലീഷിൽ ഹീ എന്ന് പറയുക കാരണം അങ്ങോട്ട് അവൻ കൊണ്ട് വന്നതാണ് നവമലേ. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൽ ഹീ ഈസ് ലിവിങ് എ നോർമൽ ലൈഫ് ഓഫ് ഹിസ് ഓൺ, വിച്ച് ഇസ് മാഡ്നെസ് ഫോർ അസ്. അദ്ദേഹം ആ ലെവലിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ഈ വിഷയം നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ബന്ധനവുമില്ല, ഒരു ബന്ധവുമില്ല. സർവം ഈശ്വരമയം, എല്ലാം ഈശ്വരമയം തന്നെ. ഭഗവാനെ മാത്രമേ അവർ കാണുന്നുള്ളൂ. ഏതിൽ കണ്ടാലും എല്ലാം ഭഗവാൻ തന്നെ. ശബരിമലയ്ക്ക് നോലമ്പിട്ടാൽ അറിയില്ല, എല്ലാം സ്വാമിയാണ്, എല്ലാം അയ്യപ്പനാ. അതുപോലെ തന്നെ വിതുരര് ഭഗവാനോടൊരു സമയത്ത് പറയും, ഭഗവാനെ അങ്ങയെ മാത്രമേ കാണുന്നതുള്ളൂ ഞാൻ, എങ്ങനെ എങ്ങോട്ടു നോക്കിയാലും, എങ്ങനെ എവിടേക്ക് നോക്കിയാലും ഭഗവാനെ ഞാൻ അങ്ങേ മാത്രമേ കാണുള്ളൂ, എനിക്ക് വേറെ ഒന്നും കാണാനില്ല. ഐ എം നോട്ട് ഏബിൾ ടു സീ എനിത്തിങ് എൽസ്. അങ്ങയെ മാത്രമേ കാണുന്നതുള്ളൂ ഞാൻ, എങ്ങനെ എങ്ങോട്ടു നോക്കിയാലും, കാണിപ്പതങ്ങൂതൻ കാണുന്നതങ്ങൂതൻ, കാഴ്ചയും അങ്ങൂതൻ കാരണാത്മൻ. അല്ലേ? സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഉള്ളൂരിൻ്റെ ഈരടി നോക്കിയോ, ഇത് പവർഫുള്ളല്ലേ? കാണിപ്പതങ്ങൂതൻ. ഹു ഈസ് ദ സിയർ? യു ആർ ദ സിയർ.
ഹൂ ഇസ് ദ സീൻ? യു ആർ ദ സീൻ. കാണിപ്പതങ്ങൂതൻ കാണുന്നതങ്ങൂതൻ. ഹൂ ഇസ് ദ സീൻ? വാട്ട് ഇസ് ദ പവർ ഓഫ് ദി ഐസ്? കാഴ്ചയുമങ്ങൂതൻ കാരണാത്മൻ. ഹൂ ഇസ് ദ വിഷൻ? യു ആർ ദ വിഷൻ. ഹൂ ഇസ് ദ കോസ്? യു ആർ ദ കോസ്. ഏതൊരു മൺതിരി, ഏതൊരു മൺതരി, മൺതരിയാണ്, മൺതിരിയല്ല, ഏതൊരു മൺതരി വൈകുണ്ഠമല്ലങ്ങേക്ക് ഏതൊരു നീർത്തുള്ളി ആഴിയല്ല. ഏത് എന്താ ഡസ്റ്റ് പാർട്ടിക്കലിലാണ് അദ്ദേഹം അങ്ങ് വൈകുണ്ഠം കാണാണ്ടിരിക്കുന്നത്? എവറി ഡസ്റ്റ് പാർട്ടിക്കൽ ഈസ് എ വൈകുണ്ഠം ഫോർ യു. ദാറ്റ് ഈസ് യുവർ വിഷൻ. ഏതൊരു ചെറിയ തുള്ളിയാണ് അങ്ങക്ക് സമുദ്രമല്ലാണ്ട് തോന്നുന്നത്? എല്ലാം വൺ വിഷൻ. ഏതൊരു നാളിൽ ഏതൊരു നാട്ടിലിൽ ഏതൊരു വസ്തുവിൽ അൻപുരാനെ. ഏത് നാട്ടിലാണ് അങ്ങയില്ലാത്ത? ഏത് വസ്തുവിലാണ് അങ്ങയില്ലാത്ത? നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇവിടെ നിന്ന് അദ്ദേഹം ഇല്ലേ? ഏതൊരു നാട്ടിലിൽ ഏതൊരു ഏതൊരു നാളിലിൽ ഏതൊരു നാട്ടിലിൽ ഏതൊരു വസ്തുവിൽ അൻപുരാനെ. ഏത് നാട്ടിലങ്ങില്ലാത്ത? ഏത് വസ്തുവിലങ്ങില്ലാത്ത? ഏത് നാളിലങ്ങില്ലാത്ത? വിച്ച് ഇസ് ദ ഡേ ദാറ്റ് യു ആർ നോട്ട് ദെയർ? വിച്ച് ഇസ് ദ പ്ലേസ് ദാറ്റ് യു ആർ നോട്ട് ദെയർ? വിച്ച് ഇസ് ദ ഒബ്ജക്ട് ദാറ്റ് യു ആർ നോട്ട് ദെയർ? ഭൂതവും ഭാവിയുമില്ലാത്ത കാലം അങ്ങ് ആദിയും അന്തവും മറ്റ രൂപം. ആദിയില്ല, അന്തമില്ല, എൻഡ്ലെസ്. ഭൂതമില്ല, ഭാവിയില്ല, ഓൺലി പ്രസൻറ്റ്. നോ പാസ്റ്റ്, നോ ഫ്യൂച്ചർ. ജന്മവും മൃത്യുവും മേലാത്ത ജീവിതം. വൺ ഹു ഇസ് നോട്ട് ടച്ച്ഡ് ബൈ ബർത്ത് ആൻഡ് ഡെത്ത്. പുനരഭി ജനനം പുനരഭി മരണം നഹി. നോ മരണം, നോ ജനനം. നന്മയും തിന്മയും വിട്ട ഭാവം. നോ നന്മ, നോ തിന്മ, നോ പുണ്യം, നോ പാപം. അതാണ് കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് ഈ രത്യാചാർപ്പടക്കാരനുള്ളതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ളവരെ സന്യാസി വര്യൻ പറയുന്നു രമിക്കുന്നു. എങ്ങനെയുള്ളവർ രമിക്കുന്നു? രത്യാചർപ്പട വിരചിത ഗന്ധ. തുന്നി കൂട്ടിയിട്ടുള്ള കുപ്പായ കഷങ്ങൾ, അതിൻ്റെ സിംബോളിസ് അറിയാലോ. ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നവൻ. പുണ്യാപുണ്യ വിവർജിത ബന്ധ. യോഗി, യോഗ നിയോജിത ചിത്ത. യോഗി, യോഗ നിയോജിത. അപ്പം നേരത്തെ പുണ്യപാപം എന്ന് പറഞ്ഞത് മനസ്സിൻ്റെ തലത്തിലെയാണ്. രത്യാചർപ്പട വിരചിത ഗന്ധ, ഫിസിക്കൽ ബോഡി. പുണ്യാപുണ്യ വിവർജിത ബന്ധ, മെൻ്റൽ ലെവൽ. പുണ്യാപുണ്യ പാപങ്ങളില്ല. നോ എമോഷൻസ്, നോ തോട്ട്സ്, നോ എമോഷൻസ്, നോ ഫീലിങ്സ്. ഗുഡ്, ബാഡ്, സക്സസ്, ഫെയിലിയർ, ജോയ്, സോറോ, പ്ലഷർ, പെയിൻ, നത്തിങ്, ഒന്നുമില്ല. തേർഡ്, യോഗി, യോഗ നിയോജിത ചിത്ത. യോഗ നിയോജിത ചിത്ത. യോഗ നിയോജിത ചിത്ത. യോഗധാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്തത്തോടു കൂടിയവൻ, അവനാണ് യോഗി. വൺ ഹു ഹാസ് ജോയിൻഡ്, യുജ്, ടു ജോയിൻ. യോഗധാരണത്തിലിരിക്കുന്നവൻ സദാ ഹീസ് ഡ്രസ്ഡ് ഇൻ യോഗ, ഹീസ് ആർമേർഡ് ഇൻ യോഗ. ആ യോഗധാരണത്തിൽ ഇരിക്കുന്ന ചിത്തത്തോടു കൂടിയവൻ, അങ്ങനെയുള്ള മനസ്സ് കരുത്തോടു കൂടിയവൻ, ചാഞ്ചല്യമില്ലാത്ത മനസ്സോടു കൂടിയവൻ, അങ്ങനെയുള്ള യോഗി. യോഗി, യോഗ നിയോജിത ചിത്ത. His wisdom is steady, his contemplation is steady, which is at intellectual level. So mental, physical level, രത്യാചർപ്പട വിരചിത ഗന്ധ. mental level, പുണ്യാപാപ വിവർജിത ബന്ധ. intellectual level, യോഗി, യോഗ നിയോജിത ചിത്ത. മനസ്സിൻ്റെ ലെവൽ, ശരീരത്തിൻ്റെ ലെവലിലായി, മനസ്സിൻ്റെ ലെവലിലുമായി, ബുദ്ധിയുടെ ലെവലിലുമായി. ഈ 3 ലെവലിലും ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റച്ചട്ടം ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ പെരുമാറ്റച്ചട്ടത്തിൽ ജീവിക്കുന്ന ആ യോഗി എന്തു ചെയ്യുന്നു? രമതേ,
He is enjoying. He is not suffering. He is enjoying. എങ്ങനെ? ബാലോന്മത്തവദേവ, ബാലനെ പോലെ, ഉന്മത്തനെ പോലെ. അവർ ബാലനാണ്, ഉന്മത്തനാണെന്ന് പറഞ്ഞിട്ടില്ല. അവൻ പയ്യനാണ്, ചെറുക്കനാണ്, അവൻ ഭ്രാന്തനാണ് എന്നല്ല പറഞ്ഞേക്കണം. ബാലനെ പോലെ ഉന്മത്ത ഏവ, ബാല ഉന്മത്ത ഏവ, ബാലോന്മത്ത ഏവ. ഏവ മീൻസ് ലൈക്ക് ദാറ്റ്, അതേപോലെ. അല്ലാണ്ട് അവരല്ല. എന്താ ഈ ബാലനും ഉന്മത്തിനും ഇത്ര പ്രത്യേകത? കുട്ടികൾക്ക് എന്താ അത്ര പ്രത്യേകത? അവർക്ക് രാഗദ്വേഷങ്ങളില്ലേ? അവർക്ക് ദേഷ്യം വരാറില്ലേ? ചില സമയത്ത് എന്താ പറയുക, ചില കളിക്കോപ്പുകളൊക്കെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മറ്റൻ്റെ കളിക്കോപ്പ് ഇവൻ്റെ ബാഗിൽ, ഇവൻ്റെ കളിക്കോപ്പ് അവൻ്റെ സഞ്ചിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരവിടെ അംഗം വെട്ടണത് കാണണം. ശംഭോ മഹാദേവ. ഇപ്പം ആരെങ്കിലും ഒരാളെ കുത്തി കൊല്ലും തോന്നും ഇല്ലേ? കണ്ടിട്ടില്ല? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. നന്നെന്ന് ഞാൻ കാണിച്ചു തരാടാ എന്നിട്ട് തുടങ്ങില്ലേ? ഇല്ലേ? അവർക്ക് രാഗദോഷമൊന്നും ഇല്ലേ? പക്ഷേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലിരിക്കുന്ന വികാരം ഉണ്ടല്ലോ, അപ്പോൾ പൊട്ടിമുളച്ചുണ്ടായിട്ടുള്ള ആ വികാരം. എൻ്റെ കളി സാധനം എടുത്തു, അവനോട് ഞാൻ ദേഷ്യപ്പെട്ടു. ആ ഇൻസ്റ്റൻറ്റ് അപ്പം ഇങ്ങോട്ട് വന്ന ആ വികാരം ഉണ്ടല്ലോ, അത് ഒളിച്ചു വയ്ക്കാതെ നിഷ്കളങ്ക രീതിയിൽ അവർ അതേപടി പ്രകടിപ്പിക്കുന്നു. ഗ്രോൺ അപ്സ് അങ്ങനെയാണോ? ഞാൻ നിങ്ങളെ എന്തെങ്കിലും അധിക്ഷേപിച്ച് ഒരു സഭയിൽ വെച്ച് പറഞ്ഞാൽ ചിരിക്കും നിങ്ങൾ. ആ ഓക്കെ, നൈസ്, വെരി ഗുഡ്. എന്നാ ഞാൻ കാണിച്ചു തരാടാ യേശോ, കിട്ടുൻ്റെ കയ്യിൽ നീ. വികാരങ്ങളെ ഒളിച്ചു വയ്ക്കാനുള്ള കഴിവ് മുതിർന്നവർക്കുണ്ട്, വികാരങ്ങളെ ഒളിച്ചു വയ്ക്കാനുള്ള കഴിവ് കുട്ടികൾക്കില്ല. വികാരങ്ങളെ നിർത്തുകയല്ല വേണ്ടത്, വികാരങ്ങളെ അടിമപ്പെടുത്താണ്ടിരിക്കുക വേണ്ട, ആ വികാരങ്ങൾക്ക് അടിമയാവാണ്ടിരിക്കുക വേണ്ട. കുട്ടികൾ അതാ ചെയ്യുന്നത്. ദേ ആർ നെവർ എ സ്ലേവ് ടു ദെയർ പാഷൻ ഓർ എന്താ പറയുക, വികാരം, എമോഷൻസ്. അങ്ങനെ ആ സമയത്ത് എന്തെങ്കിലും ഒരു കുട്ടിയുടെ ഒരു ശത്രു തോന്നിയിട്ട് എന്തെങ്കിലും അവൻ്റെ ബാഗ് പിടിച്ച് വലിച്ച് കീറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പുറത്തേക്കില്ല, അതോടുകൂടി അത് കഴിഞ്ഞു. ദാറ്റ് ഗെറ്റ്സ് ഡ്രോപ്പ്ഡ് ദെയർ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്നേഹിതന്മാരെ പിന്നെ അവൻ്റെ കീറിയ സഞ്ചി ഇപ്പം തന്നെ തുന്നി കൊടുക്കും. എത്ര നമ്മൾ കാണുന്നതല്ലേ ഇതൊക്കെ? പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേറെ വേണോ നമുക്ക്? അപ്പോൾ ആ കുട്ടികൾ ചെയ്യുന്നത് രാഗദ്വേഷം കൊണ്ടാണെങ്കിലും ആ രാഗദ്വേഷങ്ങൾ കൊണ്ട് ചെയ്ത കർമ്മങ്ങൾ അവർ രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നില്ല. സ്വാഭാവികമല്ലേ? ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളോട് അടുപ്പമുണ്ടാവും. ആ അടുപ്പം നമ്മളെ അടിമയാക്കുകയാണോ വേണ്ടത്? അതോ അവ നമ്മുടെ അടിമയാവണോ? തയോർണ വശേ പന്ഥ എന്നല്ലേ? തയോർണ വശ, അവരുടെ വശത്ത് പെടരുതെന്നല്ലേ ഭഗവത്ഗീത പറഞ്ഞേക്കണം. മറന്നു അതൊക്കെ 3-ാം അധ്യായത്തിൽ. ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. എത്ര ഉറക്കെ ഭഗവാൻ പറയണം. ഇന്ദ്രിയസ്യർത്ഥേ, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗദ്വേഷമുണ്ടാകും. രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. അങ്ങനെയാണ് ഈ ശരീരത്തിൻ്റെ ഘടന. ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ദാറ്റ് വേ മൈ ഡിയർ ബോയ്. ആർക്കായാലും ഉണ്ടാവും, എല്ലാ ജീവികൾക്കും ഉണ്ടാവും. ഈ പറഞ്ഞ സന്യാസിക്കും ഉണ്ടാവും. സന്യാസിയുടെ ഇന്ദ്രിയങ്ങൾക്ക് ആ ഇന്ദ്രിയ വിഷയങ്ങളോട് ഒരു ഭ്രമം ഉണ്ടാവും. ഭ്രമിച്ചോട്ടെ, അവർ തമ്മിൽ സ്നേഹിച്ചോട്ടെ, കാരണപ്പാടും തമ്മിണ്ടാണ്ടിരുന്നാൽ പോരെ. നമ്മളതല്ലല്ലോ, നമ്മളവരുടെ വശത്തായി. ഇവനെ ഞാൻ കാണിച്ചു തരാം, അവൻ എൻ്റെ വില പെടും, അവൻ അടുത്ത് തന്നെ. അവിടെയാണ് പ്രശ്നം. തയോർണ വശമാകച്ഛേത് തൗസ്യ പരിപന്ഥിനൗ. അവിടെയാണ് ഇവർ നമ്മുടെ വിരോധികളായിട്ട് മാറുന്നത്.
രാഗദ്വേഷങ്ങൾ നിൽപ്പുണ്ടിങ് ഇന്ദ്രിയാർത്ഥങ്ങൾ തോറുമേ. ആയി. ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റേതായിട്ടുള്ള രാഗവും ദ്വേഷവും ആ ഇന്ദ്രിയ വിഷയങ്ങളോടുണ്ട്. രാഗദ്വേഷങ്ങൾ നിൽപ്പുണ്ട് ഇന്ദ്രിയാർത്ഥങ്ങൾ തോറുമേ. ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ഇന്ദ്രിയാർത്ഥത്തിനോട് രാഗവും ദ്വേഷവും ഉണ്ടാവും. അവറ്റിൻ പാട്ടിലായി പോകൽ അവൻ്റെ വിരോധികൾ. അവരുടെ പാട്ടിലായി പോരുത് കുട്ടിയെ. ഇത് വാങ്ങുവിളിയെ കേൾക്കണം. അപ്പോൾ എന്നോട് ദ്വേഷം വന്നിട്ട് എന്താ കാര്യം? രാഗദ്വേഷവും വ്യവസ്ഥിതോ. ആ ദ്വേഷത്തിനോട് ഞാൻ അടിമപ്പെട്ടിട്ട് നിങ്ങളുടെ വാങ്ങുവിളി ഞാൻ അപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിൽ ഉറക്കം എനിക്ക് ഇവിടുന്ന് ഓളിയിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിന് അടിമയായി പോരുത്. ആ വികാരത്തിനോട് നിങ്ങൾ അടിമയായി പോരുത്. കുട്ടികളത് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അതാണ് ബാലോന്മത്ത ഏവ, ബാലനെ പോലെ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ബാലനെ പോലെ എന്താ പറയണത്? അതേപോലെ തന്നെ ഉന്മത്തനെ പോലെ സ്വന്തം സങ്കല്പങ്ങളിൽ മാത്രം മനസ്സിലൂന്നി അതിനനുസൃതമായി ജീവിക്കുന്നവനാണ് ഭ്രാന്തൻ. കാണുന്നവർക്ക് എന്താ പറയുക, വിപരീത പ്രവൃത്തിയാണെന്ന് തോന്നും നമുക്ക്. ഇയാളെന്താ അങ്ങനെ ചെയ്യണം? തലയ്ക്ക് വട്ടാണോ? വട്ടാണല്ലേ ഇപ്പോൾ ചോദിക്കും നമ്മൾ. പക്ഷെ അവർക്കതാണ് ശരി. അവർക്കതാണ് ശരി. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് അവർ ചിന്തിക്കുക. സന്യാസിവര്യന്മാരും അതെ. നമ്മൾ ചിന്തിക്കുന്ന ബാഹ്യ വിഷയങ്ങളിൽ അവർ ചിന്തയില്ല. അവർക്ക് their സെർച്ച് ഇസ് ഇന്നർ സെർച്ച്. നമ്മളുടെ സെർച്ച് ഇസ് ഔട്ടർ സെർച്ച്. നമ്മുടെ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഹൗസാ, പുറത്തേക്ക് ഇങ്ങനെ വീശുന്നതാ നാല് പുറവും. മറ്റേത് ഉള്ളിലേക്ക് വീശേണ്ട ലൈറ്റാ. നമ്മുടെ ഉള്ളിൽ ഇരുട്ടാ, പുറത്ത് വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലേക്ക് എന്തിനാ ഈ വെളിച്ചം? ഈ വെളിച്ചമൊന്നും വേണ്ട അത് കാണാൻ. ഉള്ളിൽ ഇരുട്ട് കാണാൻ ഉള്ളിൽ തന്നെ വെളിച്ചമുണ്ട്. ആ ഉള്ളിലെ വെളിച്ചം പുറത്തേക്ക് കളയാതെ അകത്തേക്ക് വലിക്കൂ. അതാണ് അവൻ ചെയ്യണത്. നമ്മൾ വിചാരിക്കും അവൻ ഭ്രാന്തനാണ്. അപ്പോൾ നമുക്ക് ഇരുട്ടായിട്ട് തോന്നുന്നൊക്കെ അവന് പ്രകാശമായിട്ട് തോന്നും. ഭ്രാന്തന്മാർക്ക്, ഭ്രാന്തന് പ്രകാശമുള്ളതൊക്കെ നമുക്ക് ഇരുട്ടാ. ഭ്രാന്തന് വേണ്ട ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട ഒന്നും ഭ്രാന്തന് വേണ്ട. ഭ്രാന്തൻ്റെ അനുഭവ മണ്ഡലങ്ങളിലേക്ക് നമുക്ക് പ്രവേശമില്ല. നമ്മളുടെ അനുഭവ മണ്ഡലങ്ങളിലേക്ക് ഭ്രാന്തനും വരില്ല. യു ഡോണ്ട് വറി, ഹി വിൽ നോട്ട് കം. നമ്മുടെ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് വർജ്യമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്കും വർജ്യമാണ്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേ. മുനിമാർക്ക്, സാധാരണക്കാർക്ക് രാത്രി ആകുമ്പോഴാണ് അവർക്ക് പകല്. അതും വാക്യാർത്ഥമല്ല, വ്യംഗ്യാർത്ഥമല്ല, ലക്ഷ്യാർത്ഥമാണ്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി. ഒരു സംയമിക്ക്, ഒരു സന്യാസിക്ക് യാ നിശാ സർവഭൂതാനാം, എല്ലാവർക്കും രാത്രിയാകുമ്പോൾ യസ്യാം ജാഗ്രതി സംയമി, അവന് പകല. അവന് സൂര്യനപ്പം ഉദിച്ചിട്ടേ ഉള്ളൂ സന്യാസി വര്യന്. യസ്യാം ജാഗ്രതി ഭൂതാനി, എല്ലാവരും രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാ നിശാ പശ്യതോ മുഖേ മുനേ, ഇവന് രാത്രിയാണ്, സന്യാസിക്ക് രാത്രിയാണ്. എന്നുവെച്ചാൽ അനുഭവ മണ്ഡലങ്ങൾ വേറെയാണെന്നർത്ഥം. ഏവർക്കും രാത്രിയാം നേരം ഉണർന്നിടുന്നു സംയമി. എല്ലാവർക്കും രാത്രി ആയിരിക്കുമ്പോൾ ഇയാൾ ഉണർന്നിരിക്കും, ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ ശിവരാത്രിയായിട്ടിരിക്കും. കാണും മുനിക്കു നിശയം, എല്ലാവരും എന്താണ് കാണും 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 മുനിക്കു നിശയം, നിശയാണ് എല്ലാവരും ഉണരുന്നതിൽ. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ മുനിക്ക് നിശയാണ്. അങ്ങനെയൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഈ ട്രെയിൻ ഡ്രൈവർമാരുടെ കാര്യം നോക്കൂ. എല്ലാവരും സ്ലീപ്പറിൽ സ്ലീപ്പ് ചെയ്തിട്ടുണ്ടിരിക്കുമ്പോൾ യാ നിശാ സർവഭൂതാനാം, എല്ലാവർക്കും രാത്രിയായിരിക്കുമ്പോൾ ഡ്രൈവറും രാത്രിയായി ഉറങ്ങിയാൽ പറ്റുമോ? തസ്യാം ജാഗ്രതി സംയമി, അവൻ സംയമനം പാലിച്ചിട്ട് ഉണർന്നിരിക്കണ്ടേ? അവന് ശിവരാത്രി ആയിട്ടിരിക്കണ്ടേ എൻജിൻ ഡ്രൈവർക്ക്? നമ്മൾ കാലത്ത് എണീറ്റ് മുഖമൊക്കെ കഴുകി വരുമ്പോഴേക്കും അവൻ ഡ്യൂട്ടി ഇറങ്ങി, അവൻ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടോ? യസ്യാം ജാഗ്രതി ഭൂതാനി
സ നിശാ പശ്യതോ മുഖ. അതുകൊണ്ടാണ് കുട്ടികളെ പോലെയാണ് അവർ രമിക്കുന്നത്. ദേ എൻജോയ് ലൈഫ്, ദേ റെവൽ ഇൻ ലൈഫ്. നന്ദതി നന്ദതി നന്ദത്യൈവ. ഭ്രാന്തൻ എൻജോയ് ചെയ്യുന്നത് പോലെ ഈ എൻജോയ് ഹിസ് ഓൺ വേൾഡ്. അതാണ് നാരദ ഭക്തി സൂത്രത്തിൽ ഭക്തിയുടെ വ്യാഖ്യാനത്തിൽ പറയുമ്പം ഉന്മത്തോ ഭവത, ഉന്മത്തനായി തീരുന്ന പറഞ്ഞു വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭ്രാന്തനെ പോലെ ബിഹേവ് ചെയ്യും ഒരു ഭക്തൻ. മനസ്സിലായേ? അപ്പം അതാണ് ഈ ശ്ലോകത്തിൽ എടുത്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു റോ സന്യാസിയുടെ ഒരു ചിത്രം വരച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിനോടൊരു ലിങ്കോ അതൊന്നുമില്ല. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് പോർട്രേറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. എങ്ങനെയായിരുന്നു നമ്മുടെ റോ സന്യാസിമാരുടെ ബിഹേവിയർ, അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു, ബോഡിലി ബിഹേവിയർ എങ്ങനെയായിരുന്നു, ഇൻ്റലക്ച്വൽ മേക്കപ്പ് എങ്ങനെയായിരുന്നു, ഇത് 3 ലെവലിലെയും 3 ചിത്രങ്ങൾ വരച്ച് കാണിച്ചിട്ട് ദാറ്റ് മാൻ എൻജോയ്സ് രമതേ ലൈക്ക് എ ചൈൽഡ് ആൻഡ് ലൈക്ക് എ മാഡ് മാൻ. മനസ്സിലായില്ലേ? അടുത്ത ശ്ലോകം നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. നാളെയും വൈകുന്നേരം തന്നെയാണ് ക്ലാസ് ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം ക്ഷമിക്കുക. നിർത്തിയില്ല. എത്ര കാലം എനിക്ക് പറഞ്ഞു വൈകുന്നേരം ഈവനിങ് ക്ലാസ് എന്ന് എനിക്ക് പറയില്ല. ഏതായാലും ഇപ്പോൾ പോണോടത്തോളം പോട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ശംഭോ മഹാദേവ.